ഹായ് മക്കളെ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ഈ വർഷത്തെ SSLC ഓണപരീക്ഷയുടെ ടൈം ടേബിളിൽ മാറ്റം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേബിളിൽ മാറ്റമൊന്നുമല്ല കേട്ടോ, ഇതാണ് ഒഫീഷ്യൽ ടൈം ടേബിൾ. അന്നൊക്കെ നമുക്ക് ഏതോ ഒരു ഡ്രാഫ്റ്റ് കിട്ടിയതായിരുന്നു. പക്ഷേ ആ ഡ്രാഫ്റ്റിൽ നിന്നും SSLC വിദ്യാർത്ഥികൾക്ക് 2 മാറ്റങ്ങളാണ് ടൈം ടേബിൾ വന്നിട്ടുള്ളത്. ആൻഡ് അതിൽ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് നല്ല സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന മാറ്റമാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം ജസ്റ്റ് ഒന്ന് സ്ക്രീന് പോസ് ചെയ്തിട്ട് ടൈം ടേബിൾ നിങ്ങൾക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ മഞ്ഞ കളറിട്ട സംഭവമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാറിയിട്ടുള്ളത്. അതായത് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് മാത്സ്, നിങ്ങളുടെ രണ്ടാമത്തെ പരീക്ഷയായിട്ടുള്ള 4-ാം തീയതി ബുധനാഴ്ച നടക്കുന്ന മാത്സ് ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നതിന് പകരം രാവിലെ ആക്കിയിട്ടുണ്ട്. അത് അത്ര നല്ല മാറ്റം ആയിരിക്കൂലല്ലേ ചിലപ്പോൾ നിങ്ങൾക്ക്. ഉച്ചയ്ക്ക് ഏതാ നിങ്ങൾക്ക് നല്ലത്? നിങ്ങൾ രാവിലെ പരീക്ഷ നടക്കുന്നതാണോ ഉച്ചയ്ക്ക് പരീക്ഷ നടക്കുന്നതാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏതാണെന്നുള്ളത്. കാരണം രാവിലെ ആകുമ്പോൾ വേഗത്തെ ചെയ്യാനൊക്കെ പോട്ടെ, എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് എൻ്റെ അഭിപ്രായം അത് തന്നെയായിരിക്കും. ആൻഡ് രണ്ടാമത്തെ മാറ്റം വളരെ വളരെ ആശ്വാസവും സന്തോഷവും നൽകുന്ന മാറ്റമാണ്. കഴിഞ്ഞ ടൈം ടേബിൾ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെമിസ്ട്രിയും ഫിസിക്സും, കുട്ടികൾക്ക് ഏറ്റവും ടഫുള്ള 2 വിഷയമായിട്ടുള്ള കെമിസ്ട്രിയും ഫിസിക്സും 10-ാം തീയതി ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അത് എന്താണ്, മാറിയിട്ടുണ്ട്. അതായത് 10-ാം തീയതി രാവിലെ നമുക്ക് വെറും ഫിസിക്സ് മാത്രമാണ്. അപ്പോൾ സാറേ കെമിസ്ട്രി എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത ദിവസം 11-ാം തീയതി ബയോളജിയുടെ കൂടെയാണ്. സാർ ഇതിൽ വലിയ ആശ്വാസമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആശ്വാസം ഇല്ലല്ലോ. അതായത് ഫിസിക്സും കെമിസ്ട്രിയും ഒരു ദിവസം ആവുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ എന്ത് കെമിസ്ട്രിയും ബയോളജിയും ആവുന്നത് അല്ലേ? ബയോളജി കമ്പാരിറ്റീവ്ലി പഠിക്കാൻ എളുപ്പമല്ലേ? സോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഫൈനൽ SSLC ഓണം എക്സാം ടൈം ടേബിൾ. ഒന്നും കൂടെ നോക്കാം. ആൻഡ് വേഗം തന്നെ ഈ ന്യൂസ് എന്ത് ചെയ്യ്, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം കുട്ടികളിലെത്തിക്ക്. ആൻഡ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട, നമ്മൾ കൂടെ ഉണ്ടാവും. ശരി.